മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രീ സീസണുകളെല്ലാം ഒരു കാലത്ത് കൃത്യമായി പറഞ്ഞാൽ സർ അലക്സ് ഫെർഗൂസൺ എന്ന ചെകുത്താന്മാരുടെ ചാണക്യന്റെ കാലഘട്ടത്തിൽ ഓരോ അശ്വമേധയാഗങ്ങളായിരുന്നു. അതിവിദൂരമായ ദേശങ്ങളിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രീ സീസൺ ടൂർ സംഘടിപ്പിക്കുന്നു. അവിടുത്തെ ഏറ്റവും മികച്ച പ്രതിഭകളെ സർ അലക്സ് ഫെർഗൂസൺ തന്റെ കൺമുന്നിൽ കണ്ട് വിലയിരുത്തിയ ശേഷം ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. ലിസ്ബണിലേക്ക്, പോർച്ചുഗലിലേക്ക് ഒരു പ്രീ സീസണിന് പോയി അവിടെ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ചെറുപ്പക്കാരനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കൊണ്ടുവന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ലക്കി ലാഡാക്കി മാറ്റി പിന്നീട് ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാക്കി വളർത്തിയെടുത്തത് അലക്സ് ഫെർഗൂസന്റെ അന്നത്തെ ഒരു പ്രീ സീസൺ ആയിരുന്നു. അതുപോലെ കൊറിയയിലേക്ക് വന്ന് അവിടെ നിന്ന് പാർക്ക് ജി സംഗിനെ കൊണ്ടുപോയി അങ്ങനെ നിരവധി ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ടൂറുകൾ സംഘടിപ്പിച്ച് അവിടെ നിന്ന് പ്രതിഭകളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിക്കുന്ന ഒരു കാലഘട്ടം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ട്. ഇന്ന് മാഞ്ചസ്റ്ററിന്റെ പേര് കേട്ടാൽ ചിലവന്മാരൊക്കെ പുച്ഛിക്കും, ചിരിക്കും, കളിയാക്കും, ലുട്ടാപ്പി എന്ന് വിളിക്കും. പക്ഷേ അലക്സ് ഫെർഗൂസന്റെ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പേര് കേട്ട ഇന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവന്മാരെല്ലാം മുട്ടിലിടിച്ച് മുള്ളുന്ന ഒരു കാലം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് കാട് കയറി പോകുന്നു. ഉള്ളി കിടക്കുന്ന പഴയ യുണൈറ്റഡ് ഫാൻ തികട്ടി വരുന്നതുകൊണ്ടാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ പ്രീ സീസൺ ടൂർ ഇന്ത്യയിലേക്ക് സംഘടിപ്പിക്കാൻ പോവുകയാണ്. ടെക് ജയൻസ് ആയിട്ടുള്ള സ്നാപ് ഡ്രാഗൺ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇന്ത്യ ടൂർ സംഘടിപ്പിക്കാൻ പോകുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഇന്ത്യൻ പര്യടനം കൂടിയായിരിക്കും ഇപ്പം നടക്കാൻ പോകുന്നത്. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ടീമുകളുടെ അത്യാവശ്യം സൗഹൃദ മത്സരങ്ങളൊക്കെ കളിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ നിന്നുള്ള ഏതെങ്കിലും പ്രതിഭകളെ കണ്ടെത്തി കൊണ്ടുപോയി എന്ന് പറയാം. പക്ഷെ അത്രയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് തന്നെ വളരെ നല്ല കാര്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ക്ലബ്ബുകൾ, ആരാധകരെന്ന് പറയുമ്പോൾ ഒരുപാട് ക്ലബ്ബുകൾക്ക് ആരാധകരുണ്ട്. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ സ്പാനിഷ് ക്ലബ്ബുകളുടെ അടുത്തൊന്നും യുണൈറ്റഡ് വരുന്നില്ല. പക്ഷേ ഹൃദയരക്തത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചെകുത്താന്മാര് ആഴത്തിൽ ആഴ്ന്നിറങ്ങിയ ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തന്നെയാണ്. അത് പോട്ടെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. അത് പറയാൻ വന്നതാണ്. ബൈ.